നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ ഭിന്നത മറനീക്കി പുറത്ത് സിപിഐഎമ്മിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി. സർക്കാരിന്റെ നയവ്യതിയാനമാണ് പരാജയ കാരണമെന്നാണ് കുറ്റപ്പെടുത്തൽ. എന്നാൽ ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന അഭിപ്രായം സിപിഐക്കില്ലെന്ന് മുൻമന്ത്രി കെ രാജൻ പറഞ്ഞു. സിപിഐഎം തെറ്റുതിരുത്തണമെന്ന് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു. പാർട്ടി വിലക്ക് മറികടന്നും കണ്ണൂരിൽ ഇന്ന് വീണ്ടും പി ജയരാജൻ അനുകൂല ഫ്ലക്സുകൾ ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടിക്ക് പിന്നാലെ സിപിഐഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു. ഇടതു നയങ്ങളിൽ നിന്ന് സർക്കാർ വ്യതിചലിച്ചെന്നാണ് പ്രധാന ആരോപണം. ഘടകകക്ഷികളുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തത് തിരിച്ചടിയായെന്ന് പ്രകാശ് ബാബു തുറന്നടിച്ചു. ഗവൺമെന്റിനോട് അതിനകത്തൊരു വ്യതിയാനം കണ്ടപ്പോൾ ഇന്ന കാരണത്താൽ പല കാര്യങ്ങളിലും മാറ്റം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയുടെ മാത്രം കൊണ്ടൊന്നുമല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ ഇടതുപക്ഷ വ്യതിയാനം എന്നുള്ളത്. LDF എന്ന് പറയുന്നത് ഒരു കോയലിഷനാണ്. ആ മുന്നണിയെ വിശ്വാസത്തിലെടുക്കണം, മുന്നണി നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കണം. അതാരുടെയെങ്കിലും 2-3 വ്യക്തികളുടെ മാത്രം താല്പര്യമല്ല. അത് സംഭവിക്കാത്തതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അല്ലേ PM ശ്രീ? നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും മുന്നണിയിൽ ചൂടുപിടിക്കുകയാണ്. തോൽവി ഉണ്ടായെന്ന് കരുതി സിപിഐയിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ പ്രകാശ് ബാബു പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനുള്ള അധികാരം സിപിഐഎമ്മിനാണെന്നും അതിൽ ഇടപെടാനില്ലെന്നും പ്രതികരിച്ചു. എന്നാൽ പരാജയത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി അല്ലെന്ന് സിപിഐ വ്യക്തമാക്കിയതായാണ് മുൻമന്ത്രി കെ രാജൻ പറഞ്ഞു. മുന്നണിക്കെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി 59-ലെ വിമോചന സമരത്തിന് തുല്യമായ വിധത്തിൽ രൂപമതല്ലെങ്കിലും അതേ സ്വഭാവത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരും ചേർന്ന് നടത്തിയ വലിയ ആക്രമണമുണ്ട്. അത് ഏതളവിൽ പോയി, എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ആഴത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാകേണ്ടതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആഴത്തിൽ തന്നെ ആ കാര്യങ്ങൾ പഠിച്ചു, പരിഹാരമുണ്ടാക്കി വർദ്ധിത വീര്യത്തോടെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിയമസഭയ്ക്കകത്തും. തോൽവിക്ക് പിന്നാലെ പാർട്ടി തെറ്റുതിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന സിപിഐഎം നേതാക്കൾ രംഗത്തെത്തി. പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ ഉണ്ടായ തോൽവി വിശദമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. തിരിച്ചടിക്ക് കാരണം അതാണ് ഞാൻ പറയുന്നത്, ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പിണറായിയുടെ ഭാഗത്ത് പെശകുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തണം. പിണറായി എല്ലാ തെറ്റുകൾക്കും അതീതനാണ് എന്നുള്ളതൊന്നും അല്ല പറയുന്നത്. അതേസമയം പാർട്ടിക്കുണ്ടായ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനം സിപിഐഎം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായെന്നും ഏതെങ്കിലും വ്യക്തികളെ കുറ്റപ്പെടുത്തിയുള്ള ചർച്ചയല്ല നടന്നതെന്നും സിപിഐഎം സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. പോരായ്മകൾ പാർട്ടിയിൽ ഉടനീളം പരിശോധിച്ച് തിരുത്താൻ തീരുമാനിച്ചു. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനങ്ങളെ ഇകഴ്ത്തിക്കാണാൻ ശ്രമം നടക്കുന്നുവെന്നും പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും സിപിഐഎം സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. പാർട്ടി വിലക്ക് മറികടന്ന് ഇന്നും കണ്ണൂരിൽ പി ജയരാജൻ അനുകൂല ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങളിൽ നിന്ന് തുടങ്ങുക, ജനങ്ങളിലേക്ക് മടങ്ങുക, പ്രത്യയശാസ്ത്രത്തെ ജീവിതം കൊണ്ട് വരച്ചുകാട്ടിയവർ നയിക്കട്ടെ എന്ന വാചകങ്ങളുമായാണ് ഫ്ലക്സുകൾ. നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നവരെ വിമർശിച്ച് മുതിർന്ന നേതാവ് EP ജയരാജൻ രംഗത്തെത്തി. എല്ലാം പാർട്ടിയോട് താല്പര്യമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ UDFന് വേണ്ടി തെരുവിലിറങ്ങുന്നു. ആ തെരുവിലിറങ്ങുന്നതിനെ ന്യായീകരിക്കാൻ, നിങ്ങളും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ പാർട്ടി ശത്രുക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണത്. മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾക്കിടെ പാർട്ടിക്ക് പുറത്തുനിന്നും വലിയ വിമർശനങ്ങളാണ് സിപിഐഎമ്മിനെതിരെ ഉയരുന്നത്. സിപിഐഎം നേതാക്കളുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന് കാരണമെന്ന് സാഹിത്യകാരൻ T പത്മനാഭൻ കുറ്റപ്പെടുത്തി. ദയനീയമായ തോൽവി, ഈ തോറ്റതിൽ എൻ്റെ സുഹൃത്തുക്കളുമുണ്ട്. ഞാൻ ബഹുമാനിക്കുന്നവരുണ്ട്, അത്രയേറെ ബഹുമാനിക്കാത്തവരുമുണ്ട്. ക്ഷണിച്ചു വരുത്തിയ ഒരു വീഴ്ച, പരാജയമാണ് ഇടതുപക്ഷത്. മുന്നണികളുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ സിപിഐഎം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തിരുത്തൽ നടപടികൾ പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുമോ അതോ മുന്നണി ബന്ധത്തിൽ വിള്ളലുണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.